ഹലോ. അപ്പോൾ ഇന്നത്തെ ന്യൂസുകളിലെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഷിംജിതയാണ്. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. കാരണം ഇറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു മൈ നെയിം. ദാറ്റ്സ് എ റീസൺ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിതിൻ്റെ ന്യൂസ് വന്നപ്പം അത്ര സീരിയസ് ആയിട്ട് വിചാരിച്ചില്ല, വെറുതെ ആയിരിക്കുന്ന കരുതിയത്. പക്ഷെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും ആ പുരുഷൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കൊന്നുമില്ല. നമ്മൾ ബസ്സിൽ കയറുമ്പം എന്താ പറയുക, ഇതുപോലെ ഒരുപാട് പേര് നമ്മൾ കയ്യിലോ കാലിലോ ഒക്കെ തട്ടും. ചിലപ്പോൾ നിയറസ്റ്റിരിക്കും. നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലായിരിക്കും, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ. കാരണം നമുക്ക് മാത്രം ഇരിക്കാനുള്ളതല്ലല്ലോ KSRTC ബസ് അല്ലെങ്കിൽ പബ്ലിക് നമുക്ക് അത്ര ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഡെവലപ്ഡ് ആയിരിക്കണം. നമുക്ക് നമ്മുടെ കാറും മാത്രം യൂസ് ചെയ്ത് പോകേണ്ടി വരും. നമുക്ക് അങ്ങനെ എപ്പോഴും കാറിലും ഓട്ടോയിലും മാത്രം പോകാൻ പറ്റില്ലല്ലോ. ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ബസ്സിലും പോകേണ്ടി വരും. അപ്പം ദേഹത്തോ കയ്യിൽ തട്ടണം മുട്ടണം പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യമായിട്ടും എന്ത് ചെയ്യണം? സ്വന്തം വണ്ടിയിൽ പോകണം, അല്ലേ? ഒരു ബസ് നിർത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മുന്നോട്ടാണ് ഇറങ്ങേണ്ടത്. നമ്മൾ തിരിഞ്ഞ് നിന്നിട്ടാണ് അവർ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തിരിഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. ഉറപ്പായിട്ടും മുന്നിലുള്ളവരോ പിന്നിലുള്ളവരോ പുറകിലോ ഒന്ന് ഇടിക്കാറുണ്ട്, അല്ലേ? ഇത് നമ്മൾ ചിലപ്പം ബാക്ക് കൂടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ വേഗം ആരെങ്കിലും പുറത്തോ ഇടിക്കും. അപ്പോൾ ബാഗോ എന്തെങ്കിലും വെയിറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഇടിക്കും. ആ മരിച്ചുപോയ വ്യക്തി വിചാരിച്ചിട്ടുണ്ടാവുക എന്തോ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ടാവും, അവർ ജസ്റ്റ് എന്തോ വീഡിയോ എടുക്കുന്നു, അത്രയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ചിലപ്പം പോസിറ്റീവായിട്ടായിരിക്കും അത് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. കൈയൊന്ന് തട്ടിയത് കൈയൊന്ന് തട്ടിയത് വെച്ചിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക പ്രതികരിക്കുക, സൈക്കോളജിക്കൽ മൂവ് നടത്തുക എന്നൊക്കെ പറയുക എന്ന് വെച്ചാൽ അത് ഭയങ്കര മണ്ടത്തരാണ്. പിന്നെ ഒരു കാര്യം, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ആ സോഷ്യൽ മീഡിയയുടെ കാലത്തിൻ്റെ പേരിൽ നമ്മളൊരു നമ്മൾ പലരും നമ്മളെ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ കൺസെൻറ്റ് ഇല്ല നമ്മൾ പല വീഡിയോയുടെ ഉള്ളിൽ വന്നെന്ന് വരാം എന്ന് കരുതിയിട്ട് ആത്മഹത്യ ചെയ്യുന്നതിനോടും ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആണായാലും പെണ്ണായാലും ബോൾഡായിട്ടിരിക്കുക. ഇതിപ്പോൾ കാരണം നമുക്കിപ്പം ശരിക്കും നമ്മളെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ബാക്ക് സൈഡിൽ നിന്നിട്ട് നമ്മളെ ദേഹത്ത് മുട്ടുന്നവരോ അങ്ങനെയൊക്കെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്, നമ്മൾ പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്യുക, അവർ പിന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അപ്പോൾ പ്രതികരിക്കുക. അങ്ങനെ അത് ശരിക്കും ഒരു ടച്ച് ഒരു ജസ്റ്റ് തട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെയും മേളിൽ ചെന്ന് ചാടാറില്ല. കാരണം നമ്മൾ ചിലപ്പം തെറ്റായിട്ടാണ് നമ്മൾക്ക് തോന്നിയതെങ്കിലോ. അപ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരാളെ നമുക്ക് കൺസിഡർ അല്ലെങ്കിൽ അയാൾ തെറ്റുകാരനാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സ്ഥിരമായിട്ട് ഒരു ബസ്സിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാണുന്ന ആൾ സ്ഥിരമായിട്ട് നമ്മളോട് ഇങ്ങനെ ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അയാൾ ഇൻറ്റൻഷ്യലി ആണോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് അത്രയും മാന്യനായിരുന്നിരിക്കണം, അയാൾ അത്രയും മെൻ്റലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം തളർന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചിലരൊക്കെ ആണെങ്കിൽ ഇത് പോട്ടെ, അതിപ്പം നെവർ മൈൻഡ് എടുക്കുന്നവരുണ്ട്. പക്ഷെ അയാൾക്കത് പറ്റിയിട്ടില്ലെന്നുള്ള അയാൾ എത്ര നല്ല മനുഷ്യനായിരുന്നിരിക്കണം. എല്ലാവരെയും മനസ്സ് ഒരുപോലെ ആവണമെന്നില്ലല്ലോ, എല്ലാവർക്കും ഒരേപോലെ കൺസിഡർ ചെയ്യാൻ